ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ആത്മോപദേശ ശതക പാരായണ മാസാചരണം ഇന്ന് 10ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ഗുരുസ്വാമി തൃപാദങ്ങൾ നമുക്ക് അനുഗ്രഹിച്ച് അരുളി നൽകിയ മഹത്തായ വേദാന്ത ദർശനത്തിൻ്റെ പാരായണമാണ് തുടർന്നു പോകുന്നത്. നമ്മളിപ്പോൾ ആ വേദാന്ത ദർശനത്തിൻ്റെ 47 മുതൽ 50 വരെയുള്ള ഖണ്ഡങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് 47 ഖണ്ഡം ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിക്കുക. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും ഇതുവാദികളാരും ഓർക്കുവീല. പരമതം വാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിൻ്റെ രഹസ്യമിങ്ങശേഷം. ഒരു മതമേ ഉള്ളൂ എന്ന് പല മതവാദികൾക്ക് മനസ്സിലാവണില്ല. എന്നാൽ പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർക്ക് മതത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അടുത്തതെന്താ? തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവില തൻ്റെതെന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം. ഇതോർക്കിലാർക്കും അനുഭവശാലികൾക്കാണ് ഇത് ഓർക്കാൻ പറ്റുള്ളൂ. ജീവിതം അനുഭവം തേടിയുള്ള മഹത്തായ അന്വേഷണമാണ്. കുച്ചിയിൽ കെട്ടിയിട്ട മൃഗത്തെ പോലെ ഒരു നിശ്ചിത പരിധിക്കകത്ത് കടന്ന് കറങ്ങി ജീവിക്കുന്നവർക്ക് ആത്മോപദേശ ശതകം വേണ്ടത്ര ദഹിച്ചു കൊള്ളണമെന്നില്ല. അയാൾ തൻ്റെ സാമ്രാജ്യത്തിലെ വലിയ ഛത്രപതിയാണ്. പക്ഷേ അയാൾക്കറിയില്ല എന്താ? അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. എത്ര വാസ്തവം! ഈ വാസ്തവാരെങ്കിൽ അറിയണ്ട എന്താണ്? അഖിലരും എല്ലാവരും ആത്മസുഖത്തിനായി പ്രയത്നം, എല്ലാ പ്രയത്നവും, എല്ലാ ജോലി, പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയും, റിസർവ് ബാങ്ക് മുതൽ സഹകരണ ബാങ്ക് വരെയും, കർഷക തൊഴിലാളി മുതൽ മഹാകർഷകൻ വരെയും ചെയ്യുന്ന ഈ പ്രയത്നമെല്ലാം ആത്മസുഖത്തിനാണ് എന്നറിയണില്ലല്ലോ. അറിയണം. പിന്നെയോ ജഗതിയിലിമ്മതമേഘമെന്ന് ചിന്തിച്ചകമണയാതെ അകതാരമർന്നിടണം. ജഗതിയിൽ, ഭൂമിയിൽ ഒറ്റ മതിയുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ഉള്ളിനെ ഒതുക്കി ഒരുക്കി നിർത്തണം. അങ്ങനെ നിർത്തിയാൽ എന്താ ഗുണം എന്നാണ് 50ാമത്തെ പദ്യത്തിൽ പറഞ്ഞത്. നിലമൊടു നീരതുപോലെ കാറ്റും തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളുമാഴിയുമെന്നു വേണ്ടതെല്ലാം ഉലക ഉയർന്ന അറിവായി മാറിയിടുന്നു. അനുഭവം അന്വേഷിച്ച് പോകുന്ന ഒരാൾക്കുള്ള വലിയ ഗുണം എന്താന്ന് പറയാമോ? ഈ കാറ്റും തിരയും തീയും ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം വിദ്യയും മനസ്സും ഇതെല്ലാം ഉയർന്ന അറിവായി മാറിയിടുന്നു. ഇതെല്ലാം അറിവ് നൽകുന്നതാണ്. പുൽക്കൊടി മുതൽ മഹാമരം വരെയും പൂമ്പാറ്റ മുതൽ മഹാപക്ഷി വരെയും നമുക്ക് നൽകുന്നത് വാസ്തവത്തിൽ എന്താണ്? അറിവാണ്. 81 പറയണു, അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി. അഹന്തയാണ് ഉള്ളിലുണ്ടായത്. അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി വരും ഇതിനോടൊരു ഇതന്തമാമയായും വരിമിവ രണ്ടുപലങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. മായാമരമഖിലം മറയെ പടർന്നിടുന്നു. മായയുടെ മഹാവൃക്ഷം നമ്മെ എന്താക്കണു? മറച്ചു നിർത്തുന്നു.
ജീവൻ്റെ സമസ്ത ഭാവങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈ മായാമരങ്ങൾ നമ്മെ എല്ലാറ്റിൽ നിന്നും മറച്ചു നിർത്തുകയാണ്. ആ മരങ്ങൾ വെട്ടിക്കളയണം. ഏത് മരം? മായാമരത്തെ മുറിച്ചു നീക്കിയാൽ വിവേകത്തിൻ്റെ അനന്തശക്തിയുള്ള പ്രകാശത്തിൻ്റെ അത്ഭുതകരമായ പ്രക്ഷേപണത്തിൽ നാം ഇങ്ങനെ മയങ്ങി നിന്ന് പോകും. അതിനെയാണ് ഈശ്വരാനുഭവം എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിക്കാനുള്ള നേരമായി. കുറച്ചു മതി. അത് നന്നായി മനസ്സിലാക്കിയാൽ, ഹൃദയത്തിലാക്കിയാൽ, ആത്മാവിലാക്കിയാൽ ആത്മസമാധാനം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് യാത്ര പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നമസ്കാരം.